എല്ലാവർക്കും കൊടുക്കേണ്ടി വരും. അല്ല, ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അർഹതപ്പെട്ട ആൾക്കാർക്ക് അർഹതപ്പെട്ട സ്ഥാനങ്ങൾ ചോദിക്കുന്നതിൽ ഒരു സ്ഥാനവും ഒരു തെറ്റുമില്ല. അത് ചിലപ്പോൾ കൊടുത്തിട്ടുണ്ടാവും. എല്ലാം അത് അങ്ങനെ കൊടുത്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് എനിക്കറിയില്ല. ഈ ഒരു സ്ഥാപനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന സമയത്ത് അതിലെല്ലാ വിഭാഗം ആൾക്കാരും ഉണ്ടാകും. അങ്ങനെയുള്ള ആൾക്കാർക്ക് ചില പ്രത്യേക പദവികൾ ഏതെങ്കിലും കാലഘട്ടത്തിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ പദവികൾ എല്ലാ കാലത്തും കൊടുത്തുകൊള്ളണമെന്നില്ല. കാരണം അന്ന് അവർ സ്വീകരിക്കുന്ന സമീപനത്തിൽ നിന്ന് നേരെ ഘടകവിരുദ്ധമായൊരു സമീപനം കുറച്ചുകൂടി അഗ്രസീവായി, കമ്മ്യൂണലായി, വർഗീയമായി, ഭീകരവാദപരമായി ചിന്തിക്കുന്ന സമയത്ത് പണ്ടിങ്ങനെ ചെയ്തല്ലോ, അതുകൊണ്ട് ഇപ്പോഴും ചെയ്യാം. അതെ, ഞങ്ങൾക്കും മാറ്റമില്ല. ഞാനതില്ലേ പറഞ്ഞത്. ഈ നിങ്ങളുടെ അധികാരത്തിലിരിക്കുമ്പോൾ ജമാഅത്തിന്റെ നേതാക്കൾ ഹജ്ജ് കമ്മിറ്റി, വഖഫ് ബോർഡ്, മദ്രസ ബോർഡ്, പാലോളി കമ്മിറ്റി ഇതിലൊക്കെ അംഗങ്ങളായിരുന്നു. പിന്നീട് നിങ്ങൾക്ക് വോട്ട് ലഭിക്കാതെ UDF വോട്ട് ചെയ്യുമ്പോൾ മാത്രം വർഗീയവാദികളാകുന്നു. അത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കൃത്യമായിട്ട് മറുപടി പറഞ്ഞു കഴിഞ്ഞു. ഇനിയിപ്പോൾ അതേ ചോദ്യം തന്നെ എന്നോട് ചോദിക്കേണ്ട ആവശ്യമില്ല. ചില പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് എല്ലാ വിഭാഗങ്ങളുമായി ചർച്ച ചെയ്യേണ്ടി വരും. ഇപ്പോൾ പാലക്കാട്ട് ഒരു പ്രശ്നമുള്ള സമയത്ത് RSSുമായും BJPയുമായും ചർച്ച ചെയ്തിട്ടുണ്ട്. മാറാട് സംഭവമുള്ള സമയത്ത് ചർച്ച ചെയ്തിട്ടുണ്ട്. തലശ്ശേരി സംഭവമുള്ള സമയത്ത് ചർച്ച ചെയ്തിട്ടുണ്ട്. ചർച്ച ചെയ്യുന്നത് ഒരു കോൺസെൻസസിൻ്റെ അടിസ്ഥാനത്തിൽ മതസൗഹാർദ്ദം സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ്, വർഗീയ കലാപമില്ലാതാക്കാൻ വേണ്ടിയിട്ടാണ്. അത്തരം പാതയിലേക്ക് കടക്കുന്ന ഘട്ടത്തിൽ അതിൽ നിന്ന് മനസ്സിനെ മാറ്റുന്നതിന് വേണ്ടിയിട്ടാണ്. അല്ലാതെ അതൊരു രാഷ്ട്രീയ കൂട്ടുകെട്ടിൻ്റെയോ രാഷ്ട്രീയ ചർച്ചയുടെയോ സ്ഥാനങ്ങളിൽ ഇടം നൽകുന്നത് അതും വേണ്ടി വരും. എല്ലാവർക്കും കൊടുക്കേണ്ടി വരും. അല്ല, ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അർഹതപ്പെട്ട ആൾക്കാർക്ക് അർഹതപ്പെട്ട സ്ഥാനങ്ങൾ ചോദിക്കുന്നതിൽ ഒരു സ്ഥാനവും ഒരു തെറ്റുമില്ല. അത് ചിലപ്പോൾ കൊടുത്തിട്ടുണ്ടാവും. എല്ലാം അത് അങ്ങനെ കൊടുത്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് എനിക്കറിയില്ല. ഈ ഒരു സ്ഥാപനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന സമയത്ത് അതിലെല്ലാ വിഭാഗം ആൾക്കാരും ഉണ്ടാകും. അങ്ങനെയുള്ള ആൾക്കാർക്ക് ചില പ്രത്യേക പദവികൾ ഏതെങ്കിലും കാലഘട്ടത്തിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ പദവികൾ എല്ലാ കാലത്തും കൊടുത്തുകൊള്ളണമെന്നില്ല. കാരണം അന്ന് അവർ സ്വീകരിക്കുന്ന സമീപനത്തിൽ നിന്ന് നേരെ ഘടകവിരുദ്ധമായൊരു സമീപനം കുറച്ചുകൂടി അഗ്രസീവായി, കമ്മ്യൂണലായി, വർഗീയമായി, ഭീകരവാദപരമായി ചിന്തിക്കുന്ന സമയത്ത് പണ്ടിങ്ങനെ ചെയ്തല്ലോ, അതുകൊണ്ട് ഇപ്പോഴും ചെയ്യാം. അതെ, ഞങ്ങൾക്കും മാറ്റമില്ല. ഞാനതില്ലേ പറഞ്ഞത്. വർഗീയത ഉയർത്തുന്ന വെല്ലുവിളി ഇന്ന് മതതീവ്രവാദത്തിലേക്ക് കടന്നിരിക്കുന്നു. അതിൻ്റെ ലക്ഷണങ്ങൾ നമ്മുടെ രാജ്യത്തിപ്പോൾ കാണാൻ സാധിക്കും. രാജ്യത്തെ കിടുകിട വിറപ്പിക്കുന്ന രൂപത്തിൽ രണ്ട് വർഗീയ ശക്തികളും ഇപ്പോൾ രംഗത്ത് വന്നു കഴിഞ്ഞു. അപ്പോൾ അത് ന്യൂനപക്ഷത്തിൻ്റെ ഭാഗത്താണ് എന്നുള്ളത് കൊണ്ട് കണ്ണടക്കാൻ സാധിക്കില്ല. പണ്ട് ആ ഭീഷണിയില്ല, അതാ മനസ്സിലാക്കേണ്ടത്. ഇന്നത്തെ ഭീഷണിയും പഴയ ഭീഷണിയും രണ്ടാണ്. ഈ മതന്യൂനപക്ഷത്തിൽ ഈ വർഗീയ വികാരം ആളിക്കത്തിക്കുന്നതിൽ RSSന് അതിൻ്റേതായിട്ടുള്ള പങ്കുണ്ട്. ഒരു കാര്യത്തിനൊരു കാരണവും ഒരു കാരണത്തിനൊരു കാര്യവും ഉണ്ടാവും. ഈ രൂപത്തിലേക്ക് മതന്യൂനപക്ഷ വിഭാഗങ്ങളെ മതപരമായി തീവ്രവാദപരമായി എത്തിക്കുന്നതിൽ RSSൻ്റെ പങ്ക്, പ്രത്യേകിച്ച് ബാബറി മസ്ജിദിന് ശേഷം അവർ വഹിച്ച പങ്ക് മറന്നുകൂടാ. അതിനൊരു കാരണമാകാം. പക്ഷേ എന്തായാലും ഈ രണ്ട് ശക്തികളും മതരാഷ്ട്രവാദമാണിപ്പോൾ ഉയർത്തുന്നത്. അത് പ്രകടമായിട്ട് പറയാണ്, പണ്ടതല്ല.